കർത്താവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 5-ാം തിരുവാക്യം. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, തിരുവചനത്തിലൂടെ അങ്ങ് അരുളി ചെയ്യുന്നുവല്ലോ, അങ്ങ് മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നുവെന്ന്. കർത്താവേ, ഞാൻ തിരിച്ചറിയുകയാണ്, മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ച് അങ്ങ് അവരെക്കാൾ എത്രയോ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ദൈവമേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി അങ്ങയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നും, ദൈവ ഓർമ്മയും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഓർമ്മയും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാതെ അങ്ങയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ ഇന്നേ ദിവസം പ്രത്യേകം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി